തീവ്രവാദത്തിനെതിരെ കണ്ണടയ്ക്കുന്നത് എന്റെ രാജ്യത്തിനെ വിൽക്കുന്നതിന് തുല്യമാണ്. ഞാൻ അതിനൊരിക്കലും തയ്യാറല്ല. ഇന്ത്യയെ തകർക്കുന്ന തീവ്രവാദത്തിന് കൂട്ടുനിൽക്കാൻ തനിക്ക് കഴിയില്ല എന്ന വ്യക്തമായ നിലപാട് വ്യക്തമാക്കിക്കൊണ്ട് ടി പി സെൻകുമാർ രംഗത്ത്. ഒരു സ്വകാര്യ ചാനലിന് നൽകിയ അഭിമുഖത്തിലായിരുന്നു അദ്ദേഹം ഇക്കാര്യങ്ങൾ എടുത്തു പറഞ്ഞിരിക്കുന്നത്. തീവ്രവാദത്തിന് നേരെ കണ്ണടയ്ക്കുന്നത് എന്റെ രാജ്യത്തിന് അതിനെ വിൽക്കുന്നതിന് തുല്യമാണ്. അതെനിക്ക് കഴിയില്ല. അതിന് നമ്മൾ തയ്യാറല്ല എന്നും അതിനു നേരെ കണ്ണടയ്ക്കാൻ കഴിയില്ല എന്നും അദ്ദേഹം വ്യക്തമാക്കി. ഇതിന്റെ റിപ്പോർട്ടുകൾ ഞാൻ സർവീസിലിരുന്നപ്പോൾ തന്നെ സർക്കാരിന് നൽകിയിട്ടുണ്ട്. പല റിപ്പോർട്ടുകളും ഹൈക്കോടതിയിലും നൽകിയിട്ടുണ്ടെന്നും അതിന് ആരെന്തു പറഞ്ഞാലും എനിക്കെൻ്റെ രാജ്യമാണ് വലുത്. ഇക്കാര്യത്തിൽ ഒരു വിട്ടുവീഴ്ചയും താൻ ചെയ്യില്ല. കേരളത്തിലെ ജനസംഖ്യയിലെ അമിതമായ ആ ഒരു രീതിയിലാണ് വ്യതിയാനമുണ്ടാകുന്നത്. അതിനെപ്പറ്റി പറയുമ്പോൾ വിമർശിച്ചിട്ട് കാര്യമില്ല എന്നും സത്യം പറയാൻ ഇവിടെ പാടില്ലേ എന്നും അതാണ് പലരും ലക്ഷ്യം വെക്കുന്നതെന്നും അദ്ദേഹം വ്യക്തമാക്കുകയും ചെയ്തു. അതേസമയം ഇതിനു മുൻപും അദ്ദേഹം പല വിഷയങ്ങളിലും നിലപാട് വ്യക്തമാക്കി രംഗത്ത് വന്നിരുന്നു. കഴിഞ്ഞ കുറച്ചധികം ദിവസങ്ങൾക്ക് മുൻപേ തന്നെ കർണാടകയിൽ RSS പ്രവർത്തനങ്ങൾക്ക് വിലക്ക് ഏർപ്പെടുത്തുമെന്ന ആ ഒരു പ്രിയങ്ക ഖാർഗെ ആവശ്യപ്പെട്ടതിനെ അതിനോടും പ്രതികരിച്ച് അദ്ദേഹം രംഗത്ത് വന്നിരുന്നു. പൊതുസ്ഥലങ്ങളിൽ RSS പ്രവർത്തനങ്ങൾ നിരോധിക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ടായിരുന്നു ഖാർഗെ മുഖ്യമന്ത്രി സിദ്ധരാമയ്യക്ക് കത്ത് നൽകിയത്. പലരും ഇതിനെ രൂക്ഷമായി വിമർശിച്ച് രംഗത്തെത്തിയപ്പോഴായിരുന്നു ടി പി സെൻകുമാറും അദ്ദേഹത്തിന്റെ നിലപാട് വ്യക്തമാക്കിക്കൊണ്ട് രംഗത്ത് വന്നത്. തീവ്രവാദികളോടുള്ള വർഗീയ മനോഭാവത്തിനും പാകിസ്ഥാൻ അനുകൂല നിലപാടും കോൺഗ്രസിനെ എന്തുകൊണ്ട് നിരോധിക്കുന്നില്ല എന്നതാണ് അദ്ദേഹം ഇവിടെ ചോദ്യമായി ഉന്നയിച്ചത്. കർണാടക സർക്കാർ പൊതുസ്ഥലങ്ങളിലും സ്കൂളുകളിലും മറ്റും RSSന്റെ പ്രവർത്തനങ്ങൾ നിയന്ത്രിക്കാൻ പോകുന്നുവെന്ന് മാധ്യമ റിപ്പോർട്ടുകൾ പുറത്തുവന്നു. ഇന്ത്യയിൽ ഉടനീളം തന്നെ RSSനെ നിരോധിക്കണമെന്ന് ഉത്തർപ്രദേശിൽ നിന്നുള്ള ഒരു കോൺഗ്രസ് നേതാവും ആവശ്യപ്പെട്ടു. എന്നാൽ പാകിസ്ഥാൻ സൈന്യവും അതുപോലെ രാഷ്ട്രീയക്കാരും പറയുന്ന കാര്യങ്ങൾ ഏറ്റെടുത്ത് വിവിധ പ്രചരണങ്ങളിലൂടെ തന്നെ കോൺഗ്രസ് പാകിസ്ഥാനെ സഹായിക്കുന്നുണ്ട്. മാത്രമല്ല അവരുടെ നേതാക്കൾ വിദേശത്തായിരിക്കുമ്പോൾ തന്നെ ഇന്ത്യക്കെതിരെ പ്രചരണവും നടത്തുന്നു. UN ഭീകര സംഘടനകളായി തന്നെ പ്രഖ്യാപിച്ചതും ഇന്ത്യയിൽ UAPA പ്രകാരം തന്നെ അവിടെ വിലക്കിയതുമായ ചില സംഘടനകൾ, ചില കോൺഗ്രസ് നേതാക്കൾ ഇന്ത്യയെക്കുറിച്ച് പറയുന്ന കാര്യങ്ങളെ പ്രശംസിക്കുകയാണ് ചെയ്തിരിക്കുന്നത്. തീവ്രവാദികളോടുള്ള മനോഭാവത്തിനും പാകിസ്ഥാൻ അനുകൂല നിലപാടിനും കോൺഗ്രസിനെ എന്തുകൊണ്ട് നിരോധിക്കുന്നില്ല എന്നതാണ് അദ്ദേഹം സോഷ്യൽ മീഡിയയിൽ നൽകിയ ഒരു പോസ്റ്റിലൂടെ തന്നെ ചോദിച്ചിരിക്കുന്നത്. ന്യൂസ് ഡെസ്ക് കർമ്മ ന്യൂസ്.